ഈ ഭരണപരാജയം ഞാൻ തുറന്നു പറയുന്നു. ശ്രീ വിനു, ഇന്ന് രാത്രി നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഞാൻ തുറന്നു പറയുന്നു, എന്റെ പബ്ലിക് സർവീസിൽ ഇതുപോലെ പരാജയപ്പെട്ടു പോയ, നിരാശ സൃഷ്ടിച്ച, നിസ്സംഗനായിട്ടുള്ള, ജനങ്ങളോട് ക്രൂരത കാട്ടിയ, ജനങ്ങളുടെ ഒരാവശ്യത്തോട് നീതി പുലർത്താഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ ഗവൺമെന്റിൽ കണ്ടിട്ടില്ല. 24-ന് ശേഷം കേരളത്തിൽ ഗവൺമെന്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. ആകെ നടക്കുന്നത് നവകേരള സദസ് എന്ന പേരിൽ 40-50 കോടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് നാണക്കേടാണ്. നിങ്ങളൊരു കാര്യം ഇന്ന് രാത്രി മനസ്സിലാക്കണം. ഈ നവകേരള സദസ്സിന്റെ ചെലവ് എങ്ങനെയാണ് എടുത്തത്? എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഈ ബസ് ഓടിച്ചു പോയിട്ട് 20 മന്ത്രിമാർ ജനങ്ങളെ ഫേസ് ചെയ്യാണ്. അന്ന് ഗവൺമെന്റിൽ ഇറങ്ങിയ ഉത്തരവിൽ വളരെ വിചിത്രമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനായിട്ട് സബ് കളക്ടർമാരും കലക്ടർമാരും അവിടെയുള്ള ക്വാറിക്കാരുടെ കയ്യിൽ നിന്നും പെട്രോൾ ബങ്കുകാരുടെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് കച്ചവടക്കാരുടെ കയ്യിൽ നിന്നും പിരിവെടുത്തിട്ട് മൃഷ്ടാന്ന ഭോജനം വാങ്ങിക്കൊടുക്കണമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിട്ട് നടപ്പിലാക്കിയ അവസ്ഥയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് കാണാൻ പറ്റുമോ? അതായത് ജില്ലയിൽ സന്ദർശനത്തിന് പോകുന്നവർക്ക് പിരിവെടുത്ത് പൗരപ്രമുഖന്മാർക്ക് പാലിൽ കുതിർത്ത കശുവണ്ടി പരിപ്പ് രാവിലെ ടേബിളിൽ കൊണ്ട് വെച്ചു കൊടുക്കണം, മുറിയിൽ കൊണ്ടു ചെന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കണം. നിങ്ങൾ ഉത്തരവെടുത്ത് വായിച്ചു നോക്കൂ. ഉച്ചയ്ക്ക് ഉത്തരവ് കൊടുക്കുമ്പോൾ പക്ഷെ ഞാനിത് വായിച്ചിട്ട് പറഞ്ഞു, ഉത്തരവ് ഈ അത്താഴത്തിൽ നിന്നത് കാര്യമായി. അത്താഴത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉത്തരവ് പറയാതിരുന്നത് വളരെ നന്നായി പോയി. കാരണം ഔചിത്യം അത്രയെങ്കിലും കാണിച്ചല്ലോ. അതിനുശേഷം ഇക്കണ്ട പബ്ലിക് റിലേഷൻസ് അഭ്യാസത്തിന്റെ എല്ലാം ശേഷം ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട് ഇപ്പൊ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ 13 ഇനങ്ങൾക്ക് സബ്സിഡി വിതരണം നടത്തുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 3300 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. കേരളത്തിലെ കർഷകർക്ക് 240 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. കേരളത്തിലെ മരുന്ന് വിതരണക്കാർക്ക്, മെഡിക്കൽ കോളേജുകളിൽ മരുന്ന് വിതരണം ചെയ്യുന്നവർക്ക് 500-ലധികം കോടി രൂപ കൊടുക്കാനുണ്ട്. ഈ തുകകളെല്ലാം കുടിശ്ശിക ഇട്ടുകൊണ്ട് 40,000 കോടിയിൽ പരം കുടിശ്ശിക ഇട്ടുകൊണ്ട് 250 കോടി കേരള സർക്കാർ കടമെടുത്ത കിഫ്ബിയുടെ പണം കൊണ്ട് ഇക്കണ്ട ഹോർഡിംഗ്സും ബാനറുകളും കിഫ്ബിയുടെ യന്ത്രമനുഷ്യനും അതുപോലെ തന്നെ ഇരുണ്ട ഭൂതകാലത്തെക്കുറിച്ചുള്ള പരസ്യങ്ങളും സംപ്രേഷണം ചെയ്യാനുള്ള തൊലിക്കട്ടി, അതിനുള്ള അത് കാണിക്കാനുള്ള എന്തായാലും പറയാ ഉളുപ്പില്ലായ്മ, അതിന് ജനങ്ങൾ കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഇക്കണ്ട ഫിഗേഴ്സിൽ ഇൻവോൾവ് അല്ല. പൂർണ്ണ തിരസ്കാരമാണ് 4-ാം തീയതി വരാൻ പോകുന്നത്. അത് പാർട്ടിക്കുള്ളിൽ, പരാജയപ്പെടുന്ന മുന്നണിക്കുള്ളിൽ ഒരു വലിയ ശുദ്ധീകരണത്തിന് വഴിവെക്കുമെന്നും ഈ അപകടത്തിലേക്ക് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട LDF-നെയും അതിന്റെ പൊളിറ്റിക്സിനെയും ദേശീയ തലത്തിലും പ്രാധാന്യമുള്ള ആ മുന്നണിയെ വലിയ അപകടത്തിലേക്ക് കൊണ്ടുവന്ന ഈ അവസ്ഥ വിശകലനം ചെയ്യപ്പെടുകയും അതിന് ഉത്തരവാദികളായിട്ടുള്ള വ്യക്തികളെ വരുന്ന മാസങ്ങളിൽ ഈ പാർട്ടിയും മുന്നണിയും തന്നെ അക്കൗണ്ടബിൾ ആക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇന്ന് കാണേണ്ട ഏറ്റവും